ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ അച്ഛന്റെ ശവം കണ്ട് വിറങ്ങലിച്ച നാളു മുതൽ നിങ്ങളോട് നിങ്ങളുടെ കുടുംബത്തിനോട് യുദ്ധം പ്രഖ്യാപിച്ചതാ ഞാൻ. ഇത് വിധിയാ. അല്ലെങ്കിൽ ഈ ഡിവോഴ്സ് പെറ്റീഷനും കൊണ്ട് നിങ്ങൾ ഇവിടെ വരില്ല. മനസ്സുകൊണ്ടെങ്കിലും എന്റെ അച്ഛനോട് മാപ്പ് പറയാനായിരിക്കും ദൈവം നിങ്ങളെ ഈ മുറ്റത്തേക്ക് വീണ്ടും കൊണ്ടുവന്നത്. വാ. നോക്ക്, ഇനിയും നിമഞ്ജനം ചെയ്യാത്ത എന്റെ അച്ഛന്റെ ചിതാഭസ്മോ ഇത്. നിങ്ങളുടെ ചതിയിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്താ എന്റെ അച്ഛൻ വിനയചന്ദ്രന്റെ. നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ചിതാഭസ്മം എന്റെ അച്ഛന്റെ ആത്മാവിന് ഇതുവരെ മോക്ഷം കിട്ടിയിട്ടില്ല. നിങ്ങളുടെ നെല്ലിശ്ശേരി വീടിന്റെ തകർച്ച പൂർണ്ണമായ മാത്രമേ ഞാൻ എന്റെ അച്ഛന്റെ ചിതാഭസ്മം ഗംഗയിൽ കൊണ്ടുപോയി നിമഞ്ജനം ചെയ്യൂ. എന്റെ അച്ഛനെ ചതിച്ചു കൊന്ന ചതിയനാ നിങ്ങൾ. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാൻ കാരണമല്ല നിന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തത്. വാക്ക് തെറ്റിച്ചതും എന്നെ ചതിച്ചതും നിന്റെ അച്ഛനാ. ഇയാളിനി ആവശ്യമില്ലാത്ത വല്ലതും വിളിച്ചു പറയൂ. എല്ലാം ഒരു വിധത്തിലാണ് അടക്കി വെച്ചിരിക്കുന്നത്. ഞാനും വിനയേന്ദ്രനും കൂടി ലേലം പിടിക്കാൻ എല്ലാം ചെയ്തു വെച്ചിട്ട് അവസാന നിമിഷം പണമില്ലെന്ന് പറഞ്ഞ് കരാറിൽ നിന്ന് പിന്മാറിയത് നിന്റെ അച്ഛനായിരുന്നു. അല്ല, ഒരിക്കലും അല്ല. നിങ്ങൾ നുണ പറയാ. നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾക്ക് കള്ളം പറഞ്ഞേ മതിയാവുന്ന എനിക്കറിയാം. അല്ലെങ്കിൽ നിങ്ങളെപ്പോലൊരു കള്ളന് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ചതിച്ചത് നിന്റെ അച്ഛനാ. മിണ്ടിപ്പോരുത്. എനിക്ക് നിങ്ങളുടെ ഒരു കള്ളത്തരവും കേൾക്കണ്ട. സ്വന്തം അച്ഛന്റെ ശവം കൺമുന്നിൽ കണ്ട് മരവിച്ചു പോയ മനസ്സാ എന്റേത്. കണ്ടില്ലേ, ചുവന്ന പട്ടിനുള്ളിൽ ഈ മൺകുടത്തിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത് എന്റെ അച്ഛന്റെ ചിതാഭസ്മോ അസ്ഥികളുവാ. എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ നിങ്ങളുടെ നെല്ലിശ്ശേരി വീടിന്റെ തകർച്ച പൂർണ്ണമാവണം. നിന്റെ മനസ്സിൽ ആരോ വിഷം കുത്തിവെച്ചിരിക്കുക. ഇറങ്ങിപ്പോ ഇവിടുന്ന്. ഇനി ഒരു നിമിഷം നിങ്ങൾ ഇവിടെ നിൽക്കരുത്. പക്ഷേ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മനസ്സിലെങ്കിലും ഒരു നിമിഷം നിങ്ങൾ എന്റെ അച്ഛനോട് മാപ്പ് പറയണം. മാപ്പ് പറയാനുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നീ ഇതിൽ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും എന്റെ മകന്റെ ഭാര്യയായി നീ ഇനി നെല്ലിശ്ശേരിയിൽ ഉണ്ടാവില്ല. അത് നിന്നോട് പറയാൻ കൂടിയാ ഞാൻ വന്നത്. നിനക്കിഷ്ടമുള്ളത് എന്തും ചെയ്യാം.